ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെസീപ്റ്റ് ട്രാൻസാക്ഷൻ എങ്ങനെ സിമ്പിളായിട്ട് ജേണലൈസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ജേണലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരു ജേണൽ എൻട്രി ഓർത്ത് വെക്കാം. ഹെഡ് ഓഫ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഒന്നുകൂടെ പറയാം, ഹെഡ് ഓഫ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതൊരു എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ട്രാൻസാക്ഷൻ ആകാം. ഉദാഹരണം, റെൻറ്റ് പേ ചെയ്യുക, അല്ലെങ്കിൽ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് സംഭാവന നടത്തുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരും. ഉദാഹരണം, ഈ പറയുന്ന പോലെ തന്നെ റെൻറ്റ് പേ ചെയ്തു. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ഓർ ബാങ്ക്. ഇവിടെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരും. അതുകൊണ്ടാണ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി അതല്ല, ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് എക്സ്പെൻസ് മാത്രമല്ല, അസറ്റും വരാം, ലയബിലിറ്റിയും വരാം. ഈ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു വെഹിക്കിൾ പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ വെഹിക്കിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ എങ്ങനെ വരും? ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയും. അപ്പോൾ ഏത് തരം പേയ്മെൻ്റ് ആണെങ്കിലും, പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ സിമ്പിളായിട്ട് ജേണലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. ഈ ഹെഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ്പെൻസിൻ്റെ ഹെഡ് ആവാം, അസറ്റിൻ്റെ ഹെഡ് ആവാം, ലയബിലിറ്റിയുടെ ഹെഡ് ആവും. ഇത്ര മാത്രം ഓർത്തിരിക്കുക. ക്യാഷിനെ അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ.